രാഹുൽ ഗാന്ധി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് വോട്ടർ പട്ടികയിലെ വിവാദവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്. ഇപ്പോൾ ആ വിവാദത്തിന് പിന്നാലെ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കി എന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോഴാണ് വീണ് കിട്ടിയ വടിയായി ബി മറ്റൊരു സംഭവം മുതലാക്കിയിരിക്കുന്നത്. GSTയിലെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, വലിയ രീതിയിൽ പല വസ്തുക്കളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കുറയുന്ന സാഹചര്യത്തിൽ വില കുറയുന്ന ബീഡിയുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ നിന്നുള്ള സാമൂഹിക മാധ്യമ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയാണ്. അത് ഇത്തരത്തിലായിരുന്നു. ബീഡിയുമായി ബന്ധപ്പെട്ട് ബീഡിക്കും ബീഹാറിനെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഈ പോസ്റ്റ് എന്തായാലും കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഈ വിഷയം മാറിയിരിക്കുന്നു. ബീഹാറിലെ കോൺഗ്രസിനെ താങ്ങി നിർത്തുന്ന പാർട്ടി, ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി, ദേശീയ തലത്തിൽ തന്നെ പ്രമുഖ നേതാവായ ലാലു പ്രസാദ് യാദവിന്റെ മകനും മുൻപ് ബീഹാറിന്റെ ഉപമുഖ്യമന്ത്രിയുമായിരുന്ന തേജസ്വി യാദവാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഈ പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് നിർഭാഗ്യകരമാണ്. അതോടൊപ്പം തന്നെ ആ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ഈ തേജസ്വി യാദവ് ആവശ്യപ്പെടുന്നത്. എന്തായാലും പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ തേജസ്വി യാദവിന്റെ ആവശ്യം, ഈ സംഭവത്തിൽ ബീഹാറിനെ അപമാനിച്ച കോൺഗ്രസ് നേതൃത്വം മാപ്പ് പറയണമെന്നാണ് എന്തായാലും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലൂടെ വ്യക്തമാകുന്നത് എന്താണ്? വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി അവിടെ പ്രചരണം നടത്തിയെങ്കിൽ ഇപ്പോൾ അതിലൊരു പിളർപ്പുണ്ടായിരിക്കുന്നു. തേജസ്വി യാദവ് കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയാണ്, കോൺഗ്രസ് പാർട്ടി ബീഹാറിൽ ജനതയോട് മാപ്പ് പറയണം, അല്ലാത്ത പക്ഷം മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതിലൂടെ വ്യക്തമാകുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി തന്നെയാണ് ബീഹാറിൽ RJD പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയ മുന്നേറ്റം കോൺഗ്രസ് പാർട്ടി തന്നെ തല്ലി തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ മുതലാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. BJP ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് ഇതാദ്യമായി ഉന്നയിക്കുന്നത്. അതിനുശേഷം ബീഹാറിൽ നിന്നുള്ള ഉപമുഖ്യമന്ത്രി, BJPയുടെ ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിനെതിരെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിനുള്ളിൽ തന്നെ അവിടെ നിന്നുള്ള MP രംഗത്ത് വരികയാണ്. അദ്ദേഹത്തിന്റെ പേര് രാജ്യസഭ MP സെയ്ദാണ് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹവും പറയുകയാണ്, കോൺഗ്രസ് നേതൃത്വം ഇത് തെറ്റായ രീതിയാണ്, ഇതിനെതിരെ മാപ്പ് പറയണമെന്ന് നിരന്തരം നേതാക്കൾ ആവശ്യപ്പെടുകയാണ്. തേജസ്വി യാദവ് ആവശ്യപ്പെടുന്നു, ബീഹാറിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ നിരന്തരം ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ആ സമയം പരിശോധിക്കണം. അത് ബീഹാർ ഇലക്ഷന് തൊട്ടു മുൻപുള്ള ഒരു സമയത്താണ് ഇത്തരം പ്രതിസന്ധി വന്നിരിക്കുന്നത്. ഈ പ്രതിസന്ധി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ എളുപ്പം തന്നെ BJPക്ക് അവിടെ അധികാരത്തിൽ വരാൻ കഴിയും. BJP ഈ യാത്രക്കിടയിൽ തന്നെ, വോട്ടർ അധികാർ യാത്രക്കിടയിൽ തന്നെ നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിച്ചു എന്ന രീതിയിലേക്കുള്ള പ്രസ്താവന വന്നതിന് പിന്നാലെ നരേന്ദ്രമോദി തന്നെ അതിൽ നേരിട്ട് പ്രതികരണം നടത്തുന്നത് കണ്ടിരുന്നു. അദ്ദേഹം വലിയ രീതിയിൽ ചർച്ചയാക്കിയിരുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ഓരോ അമ്മമാരും ഇതിനെതിരെ രംഗത്ത് വരുമെന്നും അത് വോട്ടിലൂടെ തിരിച്ചടി നൽകുമെന്നും നരേന്ദ്രമോദി തന്നെ നേരിട്ട് പറഞ്ഞിരുന്നു. എന്തായാലും ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ കേന്ദ്ര ഭരണവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ നമുക്കറിയാം, കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 272 സീറ്റാണ്. BJPക്ക് നിലവിലുള്ളത് 240. അങ്ങനെ ഒരു പ്രതിസന്ധി മറികടക്കുന്നത് നിതീഷ് കുമാറിന്റെയും അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെ സീറ്റുകൾ മുൻനിർത്തിയാണ്. നിതീഷ് കുമാർ വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മുന്നോട്ട് വരണമെന്നത് നിതീഷിനേക്കാൾ BJP ആണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPയുടെ സംഘടനാ സംവിധാനം അവിടെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ BJPയുടെ മുതിർന്ന നേതാക്കളെ എത്തിച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ അവിടെ പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് BJPയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് വോട്ടർ അധികാർ യാത്ര വരികയും ആ വോട്ടർ അധികാർ യാത്ര മുന്നോട്ട് പോയപ്പോഴാണ് കോൺഗ്രസ് തന്നെ BJPക്ക് വടി കൊടുക്കുകയാണ് കോൺഗ്രസിനെ അടിക്കാൻ. അങ്ങനെ BJP ആ വടി ഉപയോഗിച്ച് കോൺഗ്രസിനെ അടിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ആദ്യം നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിച്ച സംഭവമായിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ BDയുമായി ബന്ധപ്പെട്ട വിവാദമാണ്, ബീഹാറിനെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട വിവാദമാണ്. അങ്ങനെ വിവാദങ്ങൾ കൊഴുക്കുകയാണ്. ഇത്തരത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് RJDക്കും പ്രശ്നമാണ്. ഈ കോൺഗ്രസിന്റെ ചില നേതാക്കളുടെ ഈ അനാവശ്യ പരാമർശങ്ങളാണ് എല്ലാ കാലത്തും BJPക്ക് ഗുണകരമായി മാറുന്നതും കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറുന്നതും. ഈ നരേന്ദ്രമോദിയുടെ വളർച്ച പരിശോധിച്ചാൽ അറിയാം,
ഈ മരണത്തിന്റെ വ്യാപാരി, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അമ്മയെ അപമാനിക്കാൻ പലതവണ ശ്രമം നടത്തുന്നു, ഒരു ചായക്കടക്കാരൻ പ്രധാനമന്ത്രി ആകണ്ടെന്ന് പറയുന്നു. അത്തരം വിവാദ പരാമർശങ്ങളാണ് BJPക്ക് അനുകൂലമായി മാറ്റാൻ അവിടുത്തെ നേതാക്കൾക്ക് കഴിവുണ്ട്, അതിനുള്ള കേഡർ സംവിധാനമുണ്ട്. അങ്ങനെ ഒരു ഘട്ടം, അങ്ങനെ ഒരു വടി കൊടുക്കാതിരിക്കുകയാണ് കോൺഗ്രസ് ശ്രദ്ധിക്കാനുള്ളത്. അവർ കൃത്യമായി തന്നെ അനാവശ്യ പരാമർശങ്ങൾ നടത്തുന്ന നേതാക്കളെ മാറ്റി നിർത്താൻ ശ്രമിക്കണം. അല്ലാതെ ഈ മണ്ടത്തരം വിളിച്ചു പറഞ്ഞ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന നേതാക്കൾക്ക് കടിഞ്ഞാണിട്ടില്ലെങ്കിൽ ഒരു കാലത്തും കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല. ഒരു കാലത്ത് പ്രാദേശിക നേതാക്കളുടെ ശക്തിയിലാണ്. ഇപ്പോൾ നമുക്ക് കേരളം പരിശോധിക്കാം. അന്ന് കരുണാകരനുണ്ട്, തമിഴ്നാട്ടിൽ കാമരാജുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പ്രാദേശിക ലെവലിൽ തന്നെയുണ്ട്. അവർ തന്നെയാണ് ഈ കേന്ദ്ര നേതൃത്വത്തിന് വലിയ രീതിയിൽ എംപിമാരെ സംഭാവന ചെയ്യുന്നത്. അങ്ങനെ ഒരു നേതൃത്വം നിലവിൽ കോൺഗ്രസിന് ഒരു സംസ്ഥാനത്തും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര നേതൃത്വം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. ഈ അനാവശ്യ പരാമർശങ്ങൾ നടത്താതെ സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് വലിയ വളർച്ച ഇനി ഉണ്ടാകുകയുള്ളൂ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തിലാണെങ്കിൽ അത് കൃത്യമായി തന്നെ BJPക്ക് മുതലെടുക്കാൻ കഴിയുന്നുണ്ട്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് അറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഈ RJDയുമായി ബന്ധപ്പെട്ട RJD വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. ആ മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ അതിന് തടയിട്ടത് കോൺഗ്രസ് എന്ന ഘടകകക്ഷിയാണ്. ഈ കോൺഗ്രസ് എല്ലാ സംസ്ഥാനത്തും പോയി വലിയ രീതിയിൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങുകയും മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നതാണ് ഈ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നത്. പക്ഷെ ഇപ്പോൾ തിരിച്ചടി ഉണ്ടാകുമ്പോൾ പറയുകയാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണ്, തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരാതി. നമുക്ക് ഹരിയാനയിൽ പരിശോധിക്കാം. അവിടെ കോൺഗ്രസിൽ ഉണ്ടായ തമ്മിലടി കൊണ്ടാണ് അവർക്ക് പരാജയം ഉണ്ടായത്. അതോടൊപ്പം തന്നെ AAP അവിടെ സഖ്യകക്ഷിയായി കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ഇതല്ല മറ്റൊരു ബലമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഡൽഹി പരിശോധിക്കുമ്പോൾ അറിയാം, ഡൽഹിയിൽ BJPയെ പിടിച്ചു കെട്ടാമായിരുന്നു. കോൺഗ്രസും AAPയും അവിടെ ഒരുമിച്ച് നിന്നില്ല. അങ്ങനെ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. അതോടൊപ്പം തന്നെ കൃത്യമായി പ്രവർത്തിക്കണം. കൃത്യമായി പ്രവർത്തിക്കാതെ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതാണ്. അഖിലേഷ് യാദവ് കൃത്യമായി പ്രവർത്തിച്ചു, പിന്നീട് രാഹുൽ ഗാന്ധി പോയി അതിന്റെ ക്രെഡിറ്റ് അടിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും വിജയിക്കില്ല. അത് ബീഹാറിലും നാം കണ്ടതാണ്. മുൻ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുക, 70 സീറ്റാണ് അവിടെ കോൺഗ്രസ് അടി ഉണ്ടാക്കി വാങ്ങിയത്. അവിടെ അതിനുള്ള സംഘടനാ സംവിധാനമുണ്ടോ? അതുമില്ല. അവിടെ ഇപ്പോൾ വളർന്നു വരുന്ന പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അവർക്കുള്ള അത്രയും പോലും ഒരു സംഘടനാ സംവിധാനം ഈ പാർട്ടികൾക്കില്ല. പക്ഷേ എന്നിട്ടും എന്തിന് 70 സീറ്റ് ചോദിച്ചു വാങ്ങി? എന്നിട്ട് വിജയിച്ചതോ വെറും 19 സീറ്റ്. പക്ഷെ 70-ൽ ഒരു 30-40 സീറ്റ് കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അവിടെ തേജസ്വി യാദവ് ആയിരിക്കുമായിരുന്നു മുഖ്യമന്ത്രി. ഇവർ 70 സീറ്റ് ചോദിച്ചു വാങ്ങണ്ട, ഒരു 30 സീറ്റ് ചോദിച്ചു വാങ്ങിയിട്ട് ബാക്കി സീറ്റ് RJDക്ക് നൽകിയിരുന്നെങ്കിലും മറ്റൊരു ബലമായിരുന്നു ഉണ്ടാകുക. അവിടെ JDUവിന്റെയും BJPയുടെയും നേതൃത്വത്തിലുള്ള സർക്കാർ അവിടെ അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. പക്ഷെ RJD എന്ന സംഘടനാ സംവിധാനം പ്രവർത്തിക്കുമ്പോൾ ഈ കോൺഗ്രസ് മൗനം പാലിക്കുകയും നമുക്ക് കേരളത്തിൽ തന്നെ അറിയാമല്ലോ, ഖദർദാരികൾ വീട്ടിനുള്ളിൽ ഇരിക്കുകയും CPM പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിരോധം ഉള്ളത് കൊണ്ടാണ് 5 വർഷം മാറി അധികാരത്തിൽ വരുന്നത്. അല്ലാതെ കൃത്യമായി തന്നെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും സംഘടനാ സംവിധാനം വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു പാർട്ടിക്ക് മാത്രമേ അധികാരത്തിൽ വരാൻ കഴിയുകയുള്ളൂ. അത് CPM ആണ്. CPMന് അത്രത്തോളം കേഡർ സംവിധാനമുണ്ട്. അതുപോലെയാണ് ഈ ബീഹാറിലും. അവിടെ കൃത്യമായ സംഘടനാ സംവിധാനമുള്ളത് RJD ആണ്. RJDക്ക് പിന്നിൽ നിൽക്കാതെ ഞങ്ങൾ ഡൽഹിയിലെ വലിയ കുടുംബമാണ്, ഞങ്ങൾ നെഹ്റു കുടുംബമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കൂടുതൽ സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ കാലം മാറിയത് എന്തായാലും രാഹുൽ ഗാന്ധി തിരിച്ചറിയുന്നില്ല. രാഹുൽ ഗാന്ധി നേതാക്കളെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിലും വലിയ പ്രതിസന്ധിയായിരിക്കും കോൺഗ്രസിന് ഉണ്ടാകുക. അങ്ങനെ പരാജയത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പഴി പറഞ്ഞ് സ്വന്തം കഴിവുകേടുകൾ മറച്ചുവെച്ച് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും എന്തായാലും കോൺഗ്രസിന്റെ തീരുമാനം. ഈ വിവാദം ആളിപ്പടരുകയാണ് ഇന്ത്യയിലുടനീളം.